കോഴിക്കോട് പൂവാട്ടുപറമ്പ് സ്വകാര്യ ആശുപത്രിക്കടുത്ത് നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം കവർന്ന കേസിൽ നാടകം പൊളിച്ച് പോലീസ്. പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പ്രതി ആനക്കുഴിക്കര മായങ്കോട്ട് ചാലിൽ റഹീസിനെയും കൂട്ടുകാരായ ആനക്കുഴിക്കര മായങ്കോട്ട് ഷാജിത്തിനെയും മേലത്തേക്ക് വീട്ടിൽ ജംഷീറിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 19-ാം തീയതിയാണ് റഹീസിൻ്റെ കാറിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതിപ്പെട്ടത്. ഭാര്യാപിതാവ് ഏൽപ്പിച്ച 40 ലക്ഷം രൂപയാണ് കാറിൽ ഉണ്ടായിരുന്നതായി പറഞ്ഞത്. എന്നാൽ കാറിൽ പണമില്ലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയാണ് റഹീസ് കഥ ഉണ്ടാക്കിയത്. KL-11A 2548 സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പണത്തിൻ്റെ യഥാർത്ഥ ഉടമ പോലീസിൽ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു. കോഴിക്കോട് മാവൂർ റൂട്ടിലോടുന്ന ബസ് ഉടമയും കൂടിയാണ് റഹീസ്. 19-ാം തീയതി ഉച്ചയോടുകൂടി കേരളാൻ്റെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് പ്ലേസിൽ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി നിന്ന് വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിച്ച് 40,20,000 രൂപ മോഷണം പോയി എന്ന ഒരു പരാതി വന്നിരുന്നു. സംഭവം നടന്നിട്ട് ഇൻഫർമേഷൻ വന്നെങ്കിലും പരാതിക്കാരൻ ശരിയായ പരാതിയുമായിട്ട് നമ്മളെ സമീപിക്കുന്നത് പിറ്റേന്നാണ്. അവിടെ മുതൽ പോലീസിനൊരു ഈ കാര്യത്തെപ്പറ്റി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാലും അത് പല കാര്യങ്ങളും കൊണ്ടാവാം. അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ വളരെ ഓരോ ഭാഗവും കൃത്യമായി പരിശോധിച്ച് ചെറിയ വിഷ്വൽസ് മുഴുവൻ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ കിട്ടിയ വിഷ്വൽ വളരെ നേരത്തെ ഒരു വിഷ്വലാണ്. അതിനാണെങ്കിൽ ആളെ നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. ഒരു വാഹനം തിരിച്ചറിഞ്ഞു. ആ വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ പ്രതികളെ ആദ്യം ഈ വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു. ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു, ഈ ഭാഗത്ത് നടക്കുന്ന എടുപ്പ് പോലത്തെ കേസാണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇതിൽ ബന്ധപ്പെടുന്ന ഇയാൾ ഈ പരാതിക്കാരൻ്റെ ഫാദറിലോ ഏൽപ്പിച്ച ഒരു പണം, ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം, ആ പണം കാറിൽ വെച്ച് കൊണ്ടുവന്നു. കാർ അവിടെ പാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയി എന്നൊരു കഥ ഉണ്ടാക്കുകയാണ്. ഈ 40 ലക്ഷം രൂപ അയാളുടെ തുകയും 20,000 രൂപ ഈ പരാതിക്കാരൻ്റെ തുകയും എന്നാണ് പറഞ്ഞത്. പരാതിക്കാരൻ റഹീസ് എന്നാണ് എൻ്റെ പേര്. ഇതൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. വാഹനങ്ങളൊക്കെയുള്ള ഉടമയൊക്കെയാണ്. ഇതുപോലെ കച്ചവടങ്ങളൊക്കെ വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അവൻ ഉപയോഗിച്ചിരിക്കുന്ന 2 പേരെ സാജിദ് എന്ന ഷാജിയും ജംഷീദുമാണ് നമുക്ക് ഇവനെ ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ. ഇവരെ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ദൂരം വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ നിന്ന് ബാക്കിലുള്ള ആളെ ഇറങ്ങുകയും പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയും കുറച്ച് ദൂരം മാറി വീണ്ടും ഡ്രസ്സ് മാറുകയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ 2 നമ്പർ പ്ലേറ്റുകളായിരുന്നു ഈ വണ്ടിക്കുണ്ടായിരുന്നത്. വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. അതും അപ്പോൾ നമുക്ക് വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ആ വണ്ടിയുടെ മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. ഇനി ഇതിനകത്തുള്ളത് ഈ റഹീസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാതി ഇയാൾ കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ചീറ്റിംഗ് കേസാക്കിയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുടർന്ന് അന്വേഷിക്കും. സാധാരണ രീതിയിൽ ഇവരെ ധാരണ ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല, അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കുമെന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ 5-6 മാസം കൊണ്ട് പൈസ കൊടുത്ത് തീർക്കാം എന്നൊരു ധാരണയെ ആവശ്യത്തിലാണ് ഇത്തരം പരിപാടിയുടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ്. ഇത്തരം മോഷണം ഉണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുക. ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ്. കാരണം അവർ കിട്ടിയിരിക്കുന്നത് ഒരു 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ അടിച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ തുകയ്ക്ക് കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർ പറ്റാൻ പോകുന്ന ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവ് കേസ് പ്രതിയായി, ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ലാന്ന് തോന്നിക്കണമെങ്കിൽ ഇത് കർശനമായ നടപടി വേണം. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായിട്ട് ഇതിന് തുടർ അന്വേഷണം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ ഈ പണത്തിൻ്റെ ഉറവിടത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കും. ആ നിജസ്ഥിതി പരിശോധിച്ച ശേഷം മറ്റ് നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ്. പണം 40,20,000 ഉണ്ടെങ്കിലും അന്ന് വണ്ടിയിൽ ഈ പണം ഒന്നുമില്ലായിരുന്നു, 1 രൂപ പോലും ഇല്ലായിരുന്നു. ഇരുത്ത് കൊണ്ടുപോയ ഡമ്മി ചാക്കിൽ വെറുതെ കൊണ്ടുപോകുന്ന സാധനമാണ്. അത് നിങ്ങൾ കണ്ടാലറിയാം, വിഷ്വൽ കണ്ടാലറിയാം. ഒരു 10 രൂപ കൊണ്ടുപോകുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ വളരെ പെർഫെക്റ്റ് പ്ലാനിങ് ആയിരുന്നു. ഞങ്ങൾ അതിലും പെർഫെക്റ്റ് അന്വേഷിച്ചു. അല്ല, മണി വൈറ്റ് ആണോ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടല്ല, അവർ തന്ന പണത്തെ പറ്റിയുള്ള സോഴ്സ് നമ്മൾ അന്വേഷിച്ചിട്ട് ബാക്കി അതിനൊരു ഡീറ്റെയിൽ എടുക്കണം. കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകൾ കുറഞ്ഞ സമയം കിട്ടിയിട്ടുള്ളൂ.
ആ രേഖകൾ നിജസ്ഥിതി എന്താണെന്നുള്ള അന്വേഷിക്കും. അത് ശരിയാണെങ്കിൽ ആ രീതി പോകും, ശരിയല്ല എന്നുണ്ടെങ്കിൽ മറ്റു നടപടികൾ. ഇല്ല, പണം ചെലവായി പോയതുകൊണ്ട് 2 മാസം മുമ്പേ കൊടുത്തിരുന്ന തുകയാണ്, പലപ്പോഴേ കൊടുത്ത തുകയാണ്. ഫാദറിന്റെ 2 മാസം മുമ്പേ പലപ്പോഴേ കൊടുത്ത് ഏൽപ്പിച്ച തുക ഫാദറിന്റെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇയാളെ എടുത്ത് ഏൽപ്പിച്ചതാണ്, പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ ബിസിനസ്സിൽ ഉള്ള ഒരു തുകയാണ്. അപ്പോൾ ആ തുക പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഇവരുടെ അടുത്ത് വെച്ചാൽ നടക്കുള്ളൂ എന്നുള്ളതോട് പഠിപ്പിച്ചായിരുന്നു. ഇവരിതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാനില്ലാത്തത് കൊണ്ട് ഒരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമ്മുടെ വീട് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊന്നും മറ്റു പണമൊന്നും കണ്ടെത്താൻ കഴിയില്ല.